നമസ്കാരം. മഹാന്മാരുടെ ജീവിതത്തിലെ അസാധാരണമായ സംഭവത്തിൽ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന റൂസ്വെൽറ്റിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവകഥയാണ്. അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റായിരുന്നു ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അദ്ദേഹത്തിന് ആരോഗ്യം തീരെ കുറവായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് കേൾവിശക്തിയും കാഴ്ചശക്തിയും ഇല്ലായിരുന്നു. കേൾവിശക്തിയും കാഴ്ചശക്തിയും വളരെ കുറവായിരുന്നിട്ടും അദ്ദേഹം കഠിന പ്രയത്നം ചെയ്ത് ഉയരങ്ങളിലെത്തിയ വ്യക്തിത്വമാണ്. ഉന്നം തെറ്റാതെ വെടിവെക്കാൻ അദ്ദേഹം പരിശീലിച്ചു. മറ്റുള്ളവരെക്കാൾ തനിക്ക് ശ്രദ്ധ കൂടിയത് തൻ്റെ കേൾവിക്കുറവ് കാരണമാണെന്നായിരുന്നു റൂസ്വെൽറ്റിൻ്റെ അഭിപ്രായം. പക്ഷികളുടെ സ്വരത്തിൽ നിന്ന് അവയെ തിരിച്ചറിയുവാൻ റൂസ്വെൽറ്റിന് കഴിഞ്ഞിരുന്നു. മാത്രമല്ല, നല്ല വായനക്കാരനും പ്രകൃതി സ്നേഹിയുമായിരുന്നു റൂസ്വെൽറ്റ്. നീർക്കെട്ട് കൊണ്ട് സദാ വേദനിക്കുന്ന ശരീരപ്രകൃതിയായിരുന്നു റൂസ്വെൽറ്റിൻ്റേത്. ആ വേദന സഹിച്ചും അദ്ദേഹം ജോലി ചെയ്തു. ശാരീരിക പരിമിതികളെയെല്ലാം അതിജീവിച്ച റൂസ്വെൽറ്റ് 2 തവണ അമേരിക്കൻ പ്രസിഡൻ്റായി. അദ്ദേഹത്തിൻ്റെ ജീവിത അവസാന കാലത്ത് ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനിയുള്ള കാലം അങ്ങയ്ക്ക് വീൽ ചെയറിലേ സഞ്ചരിക്കാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഹരമായ മറുപടി ഇതാണ്: അതിനെന്താ, എനിക്ക് അങ്ങനെ ജീവിക്കാനും മടിയില്ല. അതാണ് റൂസ്വെൽറ്റ്. കഠിനാധ്വാനത്തിലൂടെ തൻ്റെ പരിമിതികളെ അതിജീവിച്ച് ഉന്നതിയിലെത്തിയ വ്യക്തിത്വമാണ് റൂസ്വെൽറ്റിൻ്റേത്. ഇത് നമുക്ക് മാതൃകയാക്കാം. ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.